പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഇഹലോക ജീവിതത്തിൽ, തൻ്റെ ഐഹിക ജീവിതത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതിപ്രധാനമായ കാതലായ ഒരു സന്ദേശമാണ് നാം വായിച്ചത്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഉണ്ട് എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. ഈ 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ കർത്താവായ യേശു 70 പേരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണും. 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഈരണ്ടായി പട്ടണങ്ങളിലേക്ക് അയക്കുകയാണ്. യേശു കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ ശാസിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ ശിഷ്യന്മാരെ അയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട്: നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കഴുതയും കഴുതക്കുട്ടിയും കാണും, ആ കഴുതയെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ഈ കഴുത എന്തിനഴിക്കുന്നെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അഴിച്ചുകൊണ്ട് വരാൻ മറ്റൊരു ഭാഗത്ത് 2 പേരെ അയക്കുന്നത് പോലെ ഇവിടെ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ അയക്കുകയാണ്. അവരോട് പറയുകയാണ്: നിങ്ങൾ പാർക്കുമ്പോൾ, പോകുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ എടുക്കണം, ഇന്ന കാര്യങ്ങൾ എടുക്കരുത്. ഒരു വസ്ത്രം മാത്രമേ ആകാവൂ. മറ്റു കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളോട് വ്യക്തമായിട്ട് തിട്ടപ്പെടുത്തി പറയുക. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നും മാനസാന്തരം എന്താണ് എന്നും രോഗസൗഖ്യവും മറ്റു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവാൻ ഇവരെ ദൈവം ഉപയോഗിക്കുകയും. എന്നാൽ ഈ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. അവരെ അയച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് കർത്താവിനോട് പറയുക: കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് അവർ യേശുവിനോട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. എന്നിട്ട് യേശു കർത്താവ് പറയുകയാണ്: പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നു. യേശു കർത്താവ് അധികാരം കൊടുത്തു. ഇന്നും കർത്താവ് ആ അധികാരം ചെയ്യുന്നുണ്ട്. ഇന്നും കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്നും കർത്താവ് ഭൂതങ്ങളെ ശാസിക്കുന്നു. ഇന്നും കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അഴിച്ചുവിടുന്നു. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കർത്താവ് ചെയ്യുന്നു. ഇന്നും മരിച്ചവരെ കർത്താവ് ഉയർപ്പിക്കുന്നു. ദൈവദാസന്മാരെ കൂടെ ഈ ഭൂമിയിൽ കർത്താവ് ഇന്നും അത് ചെയ്യുന്നുണ്ട്. അത് വ്യക്തമാണ്, ശക്തമാണ്, തർക്കിക്കാൻ പറ്റാത്ത കാര്യമാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ എന്തിനാണ് പട്ടണങ്ങളിലേക്ക് അയച്ചത്? ആ കാര്യങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്, നിറവേറുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഇവിടുത്തെ അപകടകരമായ കാര്യം എന്താ അറിയാമോ? ഇന്ന് പലരും രോഗശാന്തിക്കകത്തും ഭൂതശാന്തിക്കകത്തും ഒതുങ്ങുകയാണ്. പകരം അവർ ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ മാനസാന്തരത്തെക്കുറിച്ചോ ജീവന്റെ പുസ്തകത്തെക്കുറിച്ചോ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചോ ജീവന്റെ പുസ്തകത്തിൽ പേരിടുന്നതിനെക്കുറിച്ചോ അന്ത്യന്യായവിധിയെക്കുറിച്ചോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല. അത് കേൾക്കാൻ ആളില്ല, പഠിപ്പിക്കുവാനും ആളില്ല. ഇന്നത്തെ ആത്മീക ഗോളത്തിൽ വന്നതായ ഒരു മൂല്യച്യുതി അത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വെളിപ്പാടില്ല. രോഗശാന്തിയും കടഭാരം മാറുന്നതും വസ്തു വിൽക്കുന്നതും മക്കളെ യൂറോപ്പിൽ അയക്കുന്നതും പറയാൻ എന്ന ആള് അധികമാണ്. അതിൻ്റെ പുറകെ പോകാനും അവർക്ക് കൊടുക്കാനും അവരെ വാനോളം പുകഴ്ത്താനും
പണം വാരിക്കൊടുക്കാനും അതിന് ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. യേശു കർത്താവ് എന്നാൽ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു അധികാരം തരുന്നു, അത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല അധികാരങ്ങളെ ചവിട്ടുവാനാണ്. പക്ഷെ എന്നിട്ട് കർത്താവ് പറയുക, എങ്കിലും ഇന്ന് ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്കിലും യേശു കർത്താവ് പറയുകയാണ്, ഭൂതങ്ങൾ കീഴടങ്ങുന്നതല്ല നമ്മുടെ വിഷയം, രോഗികൾ സൗഖ്യമാകുന്നതല്ല ഇവിടുത്തെ വിഷയം, മുഴ മാറുന്നതോ ക്യാൻസർ മാറുന്നതോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിക്കണം. ഈ ശിഷ്യന്മാര് പട്ടണങ്ങളിലൊക്കെ പോയി ശുശ്രൂഷയൊക്കെ ചെയ്ത് ഭൂതങ്ങളുടെ മേലൊക്കെ അധികാരം പ്രാപിച്ച്, രോഗങ്ങളുടെ മേലൊക്കെ അധികാരം പ്രാപിച്ച്, അനേകം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ച് ഹീലിംഗ് മിനിസ്ട്രി ചെയ്തിട്ട് അവർ സന്തോഷത്തോടെ യേശുവിൻ്റെ അടുക്കൽ കടന്ന് വരികയാണ്. എന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, പിശാച് ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു, രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് യേശു പറയുന്നത്, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്ന അധികാരമാണ്, എങ്കിലും അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ ദൂത് നിങ്ങൾ എത്ര പേര് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ എനിക്ക് കർത്താവ് തന്ന നിയോഗം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ തന്നെ നിൽക്കുകയാണ്. എത്ര പേര് കേൾക്കുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിഷയമല്ല. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ പറയാം, കരുതി വെച്ച ചില അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ അനുഗ്രഹമാണ് നമ്മുടെ കണ്ടത്, സ്വർഗത്തിൽ നമ്മുടെ പേര് ഉണ്ട്. ഇവിടുത്തെ റേഷൻ കാർഡിലോ ഇവിടുത്തെ ID കാർഡിലോ അല്ലെങ്കിൽ ഇവിടുത്തെ പാൻ കാർഡിലോ പേരുള്ളതല്ല ഇവിടുത്തെ വിഷയം. സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പേരില്ലാത്ത, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എരിയുന്ന തീപ്പൊയ്കയിൽ എടുത്തെറിയുമെന്നാണ് പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും ദൈവകൃപയോടും കൂടെ ദൈവത്തിൻ്റെ മകളായി ജീവിച്ചെങ്കിൽ മാത്രമേ ആ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാകുകയുള്ളൂ. ഈ ഭൂമി പലതും സമ്പാദിക്കാം, സൗഖ്യങ്ങൾ വരാം, ഹീലിംഗ് ശുശ്രൂഷ നടക്കാം, പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, 60, 70, 30, 20 വർഷം ദൈവം നമുക്ക് ഈ ഭൂമി തന്നു കഴിയുമ്പോൾ, അനന്തരം നമ്മെ ദൈവം വിളിച്ചു കഴിയുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പേരില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. എവിടേക്കാണ് പോകുന്നത്? അന്ത്യനായ പീഠത്തിൻ്റെ മുമ്പിൽ ന്യായം വിധിച്ചു കഴിയുമ്പോൾ, ആ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ പുസ്തകം തുറന്നു വച്ചിരിക്കുമ്പോൾ, ആ പുസ്തകത്തിനകത്ത് നമ്മുടെ പേരില്ലെങ്കിൽ നിത്യാഗ്നിക്കകത്ത് കെടാത്ത തീ, ചാകാത്ത പുഴു, അട്ട, പാമ്പ് എന്നിവ വികരിച്ച് നടക്കുന്ന ഒരു വലിയ തീപ്പൊയ്കയിലേക്ക് നമ്മെ എടുത്തിടാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങൾക്കൊരു അനുഗ്രഹം സ്വർഗത്തിൽ കരുതി വച്ചിട്ടുണ്ട്. ആ അനുഗ്രഹമാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പേരുണ്ട് എന്നുള്ള കാര്യം. താങ്കളൊരു ദൈവവൈതലാണെങ്കിൽ, താങ്കൾ ദൈവവിശ്വാസിയാണെങ്കിൽ, രക്ഷിക്കപ്പെട്ട, മനസ്സാന്തരപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ, നിങ്ങൾ പാപം ചെയ്ത് വന്നേക്കാം, പക്ഷെ പാപത്താൽ നിങ്ങൾ കുടുങ്ങിപ്പോകാതെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പേര് സ്വർഗത്തിലുണ്ട്. ഒന്നാമത്തെ കരുതി വെച്ച അനുഗ്രഹം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളതാണെങ്കിൽ, 1 പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 4-5 വാക്യം വായിക്കുമ്പോൾ രണ്ടാമത്തെ കരുതി വെച്ച അനുഗ്രഹത്തെ നമുക്ക് കാണാൻ കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്: അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ സ്വർഗത്തിൽ പേര് മാത്രമല്ല അനുഗ്രഹമായി നിൽക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. അപ്പോൾ ഒരു അവകാശം നമുക്കുണ്ട്. സ്വർഗത്തിൽ എനിക്കും നിനക്കും ഒരു അവകാശമുണ്ട്. അത് കരുതി വെച്ച് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ക്ഷയമുണ്ട്, മാലിന്യമുണ്ട്, ഇവിടെ വാട്ടമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന, അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന, ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷയെന്ന് പറയുന്നത്, അനുഗ്രഹമെന്ന് പറയുന്നത്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ എന്ത് ചെയ്യുന്നു? വീണ്ടും ജീവിപ്പിച്ചിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-20 വാക്യം, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അപ്പം നോക്കിക്കേ, ഇപ്പൊ എത്ര അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? നമുക്കായി ദൈവം അവകാശം വച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം ഇവയില്ലാത്തതായ അവകാശം. മൂന്നാമതായി നമുക്ക് വേണ്ടി കരുതി വെച്ച അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഈ ഭൂമിയിലല്ല നമ്മുടെ പൗരത്വം. നമുക്കൊരു പൗരത്വമുണ്ട്. നമ്മൾ ഈ ദേശക്കാരല്ല പ്രിയരെ, ഈ രാജ്യക്കാരല്ല നമ്മൾ. ഇവിടെ നമ്മൾ നിത്യകാലം വസിക്കാനുള്ളവരല്ല. കൂടി വന്നാൽ 60 വയസ്സ്, അല്ലെങ്കിൽ 70 വയസ്സ്, അല്ലെങ്കിൽ 30 വയസ്സ്, അല്ലെങ്കിൽ 35 വയസ്സ്, എപ്പോൾ കർത്താവ് വിളിച്ചാലും പോയേ പറ്റൂ. ഈ ദേശക്കാരല്ല നമ്മൾ. നമ്മൾ മറ്റൊരു രാജ്യക്കാരാണ്, മറ്റൊരു ദേശക്കാരാണ്. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വമല്ല. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നത് മാത്രം താൽക്കാലിക താമസമാണ് ഇവിടെ. ഇടക്കാലാശ്വാസം അതുപോലെ താൽക്കാലികമായ ഒന്ന് താമസിക്കുകയാണ് ഈ ഭൂമിയിൽ. പക്ഷെ നമുക്ക് നിത്യമായി വസിക്കാൻ ഒരു ഭവനം, ഒരു വീട്, അല്ലെങ്കിൽ ഒരു രാജ്യം ദൈവം ഒരുക്കി വച്ചേക്കുക. അത് വലിയ അനുഗ്രഹമാണ്. ആ പൗരത്വം സ്വർഗത്തിലാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന, കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മൂന്നാമത്തെ വിഷയം നമ്മുടെ പൗരത്വത്തെക്കുറിച്ചാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നമുക്കെല്ലാം ഉണ്ട്. അവിടെ നമുക്ക് എല്ലാം സാധ്യമാക്കി വെച്ചിരിക്കുക. അവിടെ കുഞ്ഞാട് വെളിച്ചമായി, നീതി സൂര്യനായി അങ്ങ് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മെ ഒരു സാത്താനും അപകരിക്കുവാൻ, തൊടുവാൻ പറ്റില്ല. അവിടെ പോരാട്ടമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ ബന്ധനമില്ല, അവിടെ കഷ്ടതയില്ല. ഇവിടെ കഷ്ടത്തെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലർ ചോദിക്കാറുണ്ട്, എന്നെൻ്റെ കഷ്ടം മാറും, ഈ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരും, എന്നെൻ്റെ ഗതിയുടെ ഒന്ന് മാറിക്കിട്ടും. ഇന്ന് രാവിലെ ആത്മാവി പറയാം, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരവകാശം, ഒരു പൗരത്വം അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് അധികം താമസിക്കാതെ ഞാനും നിങ്ങളും പ്രാപിക്കുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അപ്പം മൂന്നാമത്തെ അനുഗ്രഹമാണ് അവിടെ പറയുന്നത്, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ വെച്ചിരിക്കുന്നു. അത് ദൈവം നമുക്ക് കരുതി വെച്ച, സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹമാണ്. കരുതി വച്ചിരിക്കുക. മക്കൾ വിദേശ രാജ്യത്തേക്ക് പോയി അവർ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ നല്ല നല്ല കാര്യങ്ങൾ കരുതി വെക്കുന്നത് പോലെ, ഒരു പക്ഷേ എൻ്റെ വിവാഹത്തിന് വേണ്ടിയായിരിക്കാം, അവിടെ ജോലിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നല്ല ടേസ്റ്റിയായ ഫുഡായിരിക്കാം, വസ്ത്രങ്ങളായിരിക്കാം, മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും. കരുതി വെക്കുന്ന അപ്പനും അമ്മയും ഉണ്ട്. മക്കൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കായി കടന്നു പോയിരിക്കുന്നവർ തിരികെ ഭവനത്തിൽ വരുമ്പോൾ ആ പേരൻസ് ചിലത് കരുതി വച്ചിരിക്കുന്ന പോലെ സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ അവിടെ കരുതി വച്ചിരിക്കുക പ്രിയരെ. അത് ഒന്നാമത്തെ അനുഗ്രഹമാണ് നാം വായിച്ചത്, അവിടെ കണ്ടത് നമ്മുടെ പൗരത്വം എന്നുള്ളത്. മറ്റൊന്ന് അവരുടെ അവകാശം എന്നുള്ളത്. മറ്റൊന്ന് ആമേൻ, നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ളത്. മൂന്നാമത് പറയുകയാണ്, നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ വാക്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി വ്യാഖ്യാനിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ
എല്ലാവരും ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാക്സിമം ഷോർട്ടായിട്ട് പറയുക, എന്നാലും ഇച്ചിരി നീളമുള്ള ഒരു മെസ്സേജാണ്. നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് പഠിക്കണം, നിങ്ങളിത് അനുഗ്രഹം അനുഭവിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അപ്പം 4ാമത്തെ അനുഗ്രഹം എന്താണ്? പ്രതിഫലം. എങ്ങനെയുള്ള പ്രതിഫലം? അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാനുള്ള പ്രതിഫലം സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കൂ പ്രിയരെ, കരുതി വച്ചിരിക്കുന്നത്, ഒരു ദൈവ പൈതലിന് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, 4 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ അനുഗ്രഹം പ്രാപിക്കാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്കൊരു പ്രതിഫലം കർത്താവ് അവിടെ കരുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ അവകാശം ദൈവം കരുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ പൗരത്വം സ്വീകരിക്കുന്നവരായി മാറും. ഈ 4 അനുഗ്രഹങ്ങൾ കരുതി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്കൊന്നുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാ, ഞാൻ തകർന്നതാ, എനിക്കാരുമില്ല, ഞാൻ അനാഥയാ, ഞാൻ വെറുക്കപ്പെട്ടവളാ എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരും കരുതാനില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ നിങ്ങൾക്ക് ആശ്വാസമായി ആരുമില്ലെങ്കിൽ, ദാ നോക്കൂ, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കൂ. യേശു അപ്പ സ്വർഗത്തിൽ നമുക്ക് ഈ 4 കൂട്ടം അനുഗ്രഹങ്ങൾ കരുതി വച്ചിരിക്കുക. നമ്മളവിടെ ചെന്ന് ഇത് അവകാശമാക്കും. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹം കൊതിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകും. ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കേണ്ടത് ഈ ഭൂമിയിൽ ഭൂതങ്ങൾ കീഴടങ്ങി എന്നുള്ളതല്ല, രോഗികൾ സൗഖ്യമായി എന്നുള്ളതല്ല, സമ്പത്തുണ്ടായി എന്നുള്ളതല്ല, കടഭാരം മാറി എന്നുള്ളതല്ല, രോഗസൗഖ്യം ഉണ്ടായി എന്നുള്ളതല്ല, മക്കൾ വിദേശ രാജ്യത്ത് പോയി, ജർമ്മനി പോയി, അമേരിക്കയിൽ പോയി എന്നുള്ളതല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. ഈ 4 കൂട്ടം കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതിനാൽ നമ്മൾ സന്തോഷിക്കുന്നവരായി മാറണം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദൂത് മറക്കല്ലേ, നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇതൊരു വലിയ ദൂതാണ്. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ പുസ്തകം തുറന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളെ ധൈര്യപ്പെടുത്തും, നിങ്ങളെ ഉറപ്പിക്കും. ഈ ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിൽ നമുക്ക് ചിലത് കരുതി വച്ചിട്ടുണ്ട്. അത് അവകാശമാക്കാം. അതധികം താമസിക്കാൻ നമ്മുടെ കയ്യിൽ ലഭിക്കും. അത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുക. പ്രാപിക്കാം, കണ്ണടയ്ക്കാം. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന 4 വിധ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ, ഞങ്ങൾ പഠിപ്പാൻ ദൈവം ഞങ്ങൾക്ക് പകൽ തന്ന അവസരത്തിനായി സ്തോത്രം. ഇത് ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ കർത്താവേ. ഈ ലോകത്തിലെ കഷ്ടമൊന്നുമില്ലെന്ന് കാണാൻ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കരുതി വെച്ച് ഞങ്ങളുടെ അപ്പ ഞങ്ങളെ കാത്തിരിക്കും, ഞങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനായി പ്രാർത്ഥിക്കും. ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ചില അനുഗ്രഹങ്ങളുണ്ട് എന്ന വിശ്വാസത്താൽ അതിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ, അതിൽ ഞങ്ങൾ ആനന്ദിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിലുള്ളതിനെ അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, സ്വർഗത്തിലുള്ള ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതുകൊണ്ട്, സ്വർഗത്തിൽ നമുക്ക് ഒരു കർത്താവുള്ളത് കൊണ്ട് സന്തോഷിക്കാം. ആ സന്തോഷം പൂർണ്ണമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും, എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന,
പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.